ഗൈസ്, അപ്പോൾ ഇന്നൊരു ലേഡീസ് ഔട്ടിംഗ് വീഡിയോ ആണ്. നമുക്ക് പ്രത്യേകിച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ തന്നെ ഞാൻ വീട്ടുപണികളിൽ മുഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് അടിച്ചു വരാനും തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലായിരുന്നു കേട്ടോ മാമാടെ മോള് വിളിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ എല്ലാവരും കസിൻസ് എല്ലാവരും കൂടുന്നുണ്ട്, അപ്പോൾ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടുന്ന് എവിടെ പോകാം, എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് പ്ലാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. യൂഷ്വലി ഇക്കാക്ക് പോണതിന് മുന്നേ ആയിരുന്നെങ്കിൽ ഞാൻ ഇക്കാക്ക് പോകുന്ന ടൈമിൽ, ഓഫീസിൽ പോകുന്ന ടൈമിൽ ഞാൻ കൂടെ പോകുന്നതന്നെയായിരുന്നു. പക്ഷേ ഇത് ഇക്കാക്ക് പോയി കഴിഞ്ഞ ശേഷമാണ് ഈ പ്ലാനിങ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പണികളൊക്കെ തീർത്ത് വേഗം പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം വാപ്പിച്ച് കൊണ്ടുപോയി എന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ സിസ്റ്ററിൻ്റെ വീട് എൻ്റെ അവിടെ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വാപ്പിച്ച് അവിടെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ രണ്ടുപേരും കൂടി ഊബറിനായിരുന്നു കേട്ടോ എൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സെക്കൻഡ് സിസ്റ്ററും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എവിടെ പോകണമെന്നൊന്നും യാതൊരുവിധ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നുള്ള തീരുമാനം ആയതുകൊണ്ട് തന്നെ പലർക്കും പല അഭിപ്രായങ്ങളായിരുന്നു കേട്ടോ. പിന്നെ ഈ ചൂടത്ത് നമുക്ക് പോകാൻ പറ്റിയ ഏരിയ, AC ഉള്ള ഏരിയയിൽ പോകുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യം ബ്രോഡ്വേ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ ലുലു പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല പല ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവസാനം നമ്മൾ ഇവിടെ വാട്ടർ മെട്രോ പോകുന്നതായിരുന്നു കേട്ടോ പറയേണ്ടത്. അതാകുമ്പോൾ നമ്മൾ അതിൽ ഫസ്റ്റ് ടൈം ഇതുവരെ കയറിയിട്ടില്ല, ഞാൻ ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മാത്രമല്ല AC ആണല്ലോ, അപ്പോൾ നമുക്ക് പോകാൻ പറ്റിയത് അതാണെന്ന് ഓർത്ത് പിന്നെ നമ്മൾ നേരെ വീട്ടിൽ നിന്ന് മെട്രോക്ക് കയറി. നമുക്ക് ഉസാരിൻ്റെ അവിടെ നിന്ന് മെട്രോക്ക് കയറിയിട്ട് നേരെ ഹൈക്കോടതിന് അവിടെ പോയി നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളായിരുന്നു അവിടെ ഫസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ കസിൻസൊക്കെ വരാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ വന്നേരം നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 4 o'clock ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാട്ടർ മെട്രോയുടെ അവിടെ കയറിയത് ഏകദേശം ഒരു 5:30 ഒക്കെ ആയപ്പോഴായിരുന്നു കേട്ടോ നമ്മൾ വാട്ടർ മെട്രോയിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അവർ ഫസ്റ്റ് ഒരു കാർഡാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ആ കാർഡിൽ തന്നെയാണ് 10 പേരാണ്ട് ഉണ്ടായിരുന്നത്. 10 പേർക്ക് വേണ്ടിയിട്ട് ഓരോ ടൈമിൽ കയറുമ്പോൾ അത് സ്കാൻ ചെയ്തിട്ട് അങ്ങനെയാണ് കേട്ടോ നമ്മൾ എൻ്റർ ആവുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അതിൽ കയറിയത്. ഇതിന് മുമ്പ് നമ്മൾ ലാസ്റ്റ് ടൈം കയറാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര ക്യൂ ആയിരുന്നു. എന്തോ എനിക്ക് തോന്നുന്നു എന്തോ പ്രത്യേകത, എന്തോ ഇതായിരിക്കും, ഹോളിഡേ അങ്ങനെ എന്തോ ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ക്യൂ ആയിരുന്നു, ഭയങ്കര ക്യൂ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്നുണ്ടായി. അപ്പോൾ ഇപ്പം എന്തായാലും നമ്മൾ ഇതിലേക്ക് കയറാൻ വേണ്ടി പോവേം കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുത്ത് എൻ്റർ ചെയ്തതിന് ശേഷം കുറച്ച് വെയിറ്റിംഗ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ടായത്. നമ്മൾ കയറി വന്നപ്പോഴത്തേക്കും സീറ്റൊക്കെ ഓൾമോസ്റ്റ് ഫിൽ ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ച് പേർക്കൊക്കെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് AC ആയത് കാരണം പിന്നെ യാതൊരു പ്രശ്നങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് കൂളായിട്ട് തന്നെ നമുക്ക് അതിലിരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈപ്പിനിൽ ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. വൈപ്പിനിലായപ്പോഴത്തേക്കും കുറേ പേരൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫോട്ടോ വെച്ചിട്ടായിരുന്നു കേട്ടോ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈപ്പിനിൽ കുറച്ച് പേര് ഇറങ്ങിയത് കൊണ്ട് നമുക്ക് അവിടെ കുറച്ച് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു.
ഹാഫ് ആൻ അവറിനുള്ളിൽ തന്നെ നമ്മൾ ഇതേ ഫോട്ടോച്ചിലെത്തിയിട്ടുണ്ടായി. ഹാഫ് ആൻ അവർ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതിന് മുന്നേ തന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത കൺഫ്യൂഷൻ എവിടെയാണ് പോയിട്ടുണ്ടെന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി പല പല സജഷൻസിനുള്ളിൽ നമ്മൾ ബീച്ചിലേക്ക് പോകാനായിരുന്നു കേട്ടോ പിന്നെ തീരുമാനം വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പോണ വഴിക്ക് കുറച്ച് ഷോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് 1-2 ഐറ്റംസ് ഒക്കെ നമ്മളിങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേര് അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ ബീച്ചിലേക്കാണ്ട് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ബീച്ചിൽ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. യൂഷ്വലി എനിക്ക് ബീച്ചിൽ പോയി കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇറങ്ങണം, അങ്ങനെ അറ്റ്ലീസ്റ്റ് എനിക്കൊരു കാലെങ്കിലും നനക്ക് പതിവുള്ളതാണ്. പക്ഷേ ഇത്തവണ നമ്മൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കമ്പാരിറ്റീവ്ലി മറ്റേ ബീച്ചസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും ക്ലീൻലിനെസ് നമുക്ക് ഇവിടെ അത്രയും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് എവിടെ ചെന്നാലും പിന്നെ റീൽസും വീഡിയോസൊക്കെ പതിവാണല്ലോ. പിന്നെ അങ്ങനെ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരമ്പോഴത്തേക്കും ഇരുട്ടായിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ നമുക്ക് ഈ ഒരു സീനറി ഒക്കെ കാണാനായിട്ട് നല്ല അടിപൊളിയായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കാണാനായിട്ട്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചിനി പോകാനുള്ളത് ബസ്സിലായിരുന്നു. വാട്ടർ മെട്രോയിൽ നമ്മൾ ഹൈക്കോർട്ട് വരെ ചെന്നിട്ട് അവിടെ നിന്ന് ബസ്സിനാണ്ട് നമുക്ക് 8 മണി വരെ എങ്ങാണ്ട് ഉള്ളൂ വാട്ടർ മെട്രോ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് തിരിച്ച് അവിടെ വാട്ടർ മെട്രോയുടെ അവിടെ എത്തി സ്റ്റേഷനിൽ എത്തി കഴിഞ്ഞാലാണ് നമുക്കതിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ പോണ വഴിയിൽ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായി, അതൊക്കെ വാങ്ങിച്ച് കഴിച്ച് പിന്നെ ഇതേ പോകാൻ വേണ്ടിയിട്ടുള്ള റിട്ടേൺ ടിക്കറ്റ് എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് ടൈം നമുക്കിത് ക്യൂവിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ശേഷം ഇതേ നമ്മുടെ മെട്രോ വന്നിട്ടുണ്ടായി, അതിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അത് കയറിയതുപോലെ തന്നെ ഹൈക്കോർട്ടിൽ തന്നെയായിരുന്നു കേട്ടോ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നിട്ട്. അവിടെ നമുക്ക് ബസ്സിലായിരുന്നു കേട്ടോ പോവേണ്ടേ. ആദ്യം പോയി 1-2 ബസ്സൊക്കെ കാക്കനാടും പിന്നെ അതേപോലെ തന്നെ ലുലുമാൾ വരെ ഉള്ളതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ബസ് ആലുവ ബസ് കിട്ടിയാലാണ് നമുക്ക് ഡയറക്റ്റ് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരത്തേക്ക് ആലുവ ബസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബസ്സിൽ എനിക്ക് സൈഡ് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബസ്സിൽ എനിക്ക് മുഖ്യം സൈഡ് സീറ്റാണ്, അതേപോലെ തന്നെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബസ്സിൽ സോങ് സെലക്ഷനൊക്കെ പറ്റി പ്രത്യേകം പറയണ്ടല്ലോ, എല്ലാ ബസ്സിലും നല്ല അടിപൊളി പാട്ടൊക്കെ ആയിരിക്കുമല്ലോ. അങ്ങനെ നല്ല പാട്ടൊക്കെ ആസ്വദിച്ച് നമ്മൾ ബസ്സിൽ സൈഡ് സീറ്റിലിരുന്നത് ഇങ്ങനെ യാത്ര ചെയ്യണേനെ. അങ്ങനെ നമ്മളിത് ബസ്സിൽ യാത്രയൊക്കെ ചെയ്തതിന് ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് മുന്നേ സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായത്, പത്തടി പാലത്തിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായത്. അവിടെ നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇനി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുഴിമന്തിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെയുള്ള റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് കുഴിമന്തിയാണ് പറയുന്നത്, 2 ടൈപ്പ് കുഴിമന്തി എന്തുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരത്തേക്ക് ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു, കൂടെ ഒരു ലേമും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ എന്താ പറയുക, ഒരു പ്രതീക്ഷിക്കാതെ പെട്ടെന്നുള്ള അൺപ്ലാൻഡ് ആയിട്ടുള്ള യാത്രയുടെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി പുതിയ വിശേഷങ്ങളായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നത് വരെയും ബൈ.